സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതായത് വടക്കൻ കേരളത്തിൽ പൊതുവെ മഴ കൂടുതലായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള ബാക്കി 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നുമൊക്കെ നമ്മുടെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരും. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. നൃപൻ, എങ്ങനെയാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ രാവിലെ? തിരുവനന്തപുരത്ത് മഴയുടെ കാലാവസ്ഥ തന്നെയാണ്. രാവിലെ മനുവിനും അറിയാം, മനു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളതുകൊണ്ട് രാവിലെ വന്നപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ്. രണ്ടുപേരും എത്തിയപ്പോൾ നല്ല മഴ തലസ്ഥാന ജില്ലയിൽ നഗരപ്രദേശവും ഗ്രാമപ്രദേശങ്ങളിലും മലയോര മേഖലയിലും ഒക്കെ തന്നെ മഴയുണ്ട്. ഇപ്പോൾ ഇത്തിരി ആശ്വാസമുണ്ട്. 7 മണിക്ക് മുൻപൊക്കെ നമ്മൾ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നത്തെ രാവിലെ മാനസ കൊച്ചുപള്ളിയിലെ അപകടം, തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴ ലഭിച്ചതുകൊണ്ടാണ് തീ തൊട്ടടുത്തേക്ക് ആളിപ്പടലായിരുന്നത്. 20 യൂണിറ്റുകൾ വന്നിരുന്നു. ഒപ്പം തന്നെ മഴ സഹായിച്ചു എന്ന് തന്നെയാണ് അവിടുന്ന് മാനസയും പറഞ്ഞത്. അതുകൊണ്ട് അത് തന്നെ ശരിയാ. രാവിലെ ഈ മഴ ശക്തമായി ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കൊച്ചുവേളിയിൽ ഈ മഴ അവിടെ ശക്തമായി നഗരപ്രദേശങ്ങളിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. തീപിടുത്തം നമുക്ക് നിയന്ത്രിക്കാനായി 20 യൂണിറ്റുകളെത്തി നിയന്ത്രിക്കാനായത് തന്നെ വലിയ ആശ്വാസകരമായ രാവിലെ തന്നെ വാർത്തയാണ്. നമ്മളെല്ലാം രാവിലെ ഈ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ തന്നെ ഭയന്നിരുന്നതാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് അടക്കം ഉള്ള സ്ഥലത്താണ്. അപ്പോൾ മഴയുടെ വാർത്തയിലേക്ക് വന്നാൽ, മുഖവരയായി മനു തന്നെ പറഞ്ഞു, മഴ ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. അത് ഇന്ന് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴയുടെ സാധ്യത മുന്നറിയിപ്പിൽ പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നുണ്ട്. മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുവെന്നതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ് മോശം കാലാവസ്ഥയായി തുടരുന്നതിൽ അടുത്ത വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് നേരത്തെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ മനു കൂട്ടിച്ചേർക്കാനുള്ളത്, കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ നേരത്തെ തന്നെ പറയുന്നത് വരുന്ന 4 ദിവസക്കാലം അതിശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നതാണ്. ഇടിമിന്നലും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ പ്രദേശങ്ങളിൽ ഈ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നത്. മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. മറ്റ് ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ മരങ്ങളൊക്കെ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്, വെള്ളക്കെട്ടിനുള്ള സാധ്യതയുണ്ട്. ആ കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ശക്തമായ മഴ ഈ തലസ്ഥാന ജില്ലയിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇന്നലെ രാത്രി ചില മലയോര മേഖലയിൽ മഴ പെയ്തു. ഇന്ന് പുലർച്ചയോടുകൂടി തലസ്ഥാന നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തീരദേശ മേഖലയിലും മഴ തുടരുന്നുണ്ട്. ഇനി വടക്കൻ കേരളത്തിൽ നിന്നാണ് ഈ മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ട് പറയുന്നത്. അവിടെ നിന്ന് നമ്മളെ റിപ്പോർട്ടർമാർ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ആളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും. ഒപ്പം തന്നെ പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ടല്ലോ മനു. ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഒറ്റപ്പെട്ട മഴ പെയ്യുന്നത്? നമ്മുടെ സുഹൃത്തുക്കൾ പലയിടങ്ങളിൽ നിന്ന് മഴയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊയ്തീൻ പറയുന്നുണ്ട്, രജീഷ് എഴുതുന്നുണ്ട്, എല്ലായിടങ്ങളിൽ നിന്നും ആളുകൾ സംസാരിക്കുന്നുണ്ട്. നൃപൻ, ഓക്കെ, താങ്ക് യു.